ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ഡെലീഷ്യസ് ഡിഷസ്. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് വളരെ റിഫ്രഷിംഗ് ആയിട്ടുള്ള ഒരു ഡ്രിങ്കിൻ്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ. വളരെ ഈസിയാണ് തയ്യാറാക്കാൻ വേണ്ടിയിട്ട്. നമ്മളെ വീട്ടിലുള്ള കുറച്ച് ചേരുവകൾ മാത്രമേ നമുക്കിതിന് ആവശ്യമുള്ളൂ. അപ്പോൾ ഞാൻ അതിന് വേണ്ടിയിട്ട് ഇവിടെ 2 ഗ്ലാസ് വെള്ളം വെച്ചിട്ടുണ്ട് കേട്ടോ. ഈ വെള്ളത്തിലേക്ക് പാകത്തിനുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 6 ടീസ്പൂൺ പഞ്ചസാര ചേർത്തുന്നുണ്ട് കേട്ടോ. പിന്നെ ഇതിലേക്ക് ആവശ്യമുള്ളത് ചായപ്പൊടിയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ വീട്ടിൽ ഏത് ചായപ്പൊടിയാണ് യൂസ് ചെയ്യുന്നത് അത് ഉപയോഗിക്കാം. അപ്പോൾ ഞാനിവിടെ ഒരു ചെറിയ ടീസ്പൂൺ ചായപ്പൊടിയാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. പിന്നെ ഇത് നല്ലോണം തിളപ്പിച്ചെടുക്കാം. പിന്നെ പഞ്ചസാര ചേർത്തുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഇതിലേക്ക് ഇനി മറ്റേ ഐസ് ക്യൂബ്സ് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ മധുരം കുറയാൻ പാടില്ല. അപ്പോൾ അതിനുള്ളതും കൂടിയിട്ട് നമ്മൾ കണ്ടിട്ട് ഇതിലിട്ട് കൊടുക്കണം കേട്ടോ. ഇനി ഇതൊന്ന് അരിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അരിച്ചെടുത്തതിന് ശേഷം ഇതിലേക്ക് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് പുതിനയുടെ ഇല ഇട്ട് കൊടുക്കാം കേട്ടോ, ഈ ചൂടോട് കൂടിയിട്ട് തന്നെ. അപ്പോൾ പുതിനയുടെ ഇലയുടെ നല്ല സ്മെല്ല് ഫ്ലേവർ ഈ ഡ്രിങ്കിൽ നല്ലോണം ഒന്ന് കിട്ടും. അപ്പോൾ അത് വേണ്ടാന്നുണ്ടെങ്കിൽ ഇട്ട് കൊടുക്കണ്ട. ഇനി ഇതൊന്ന് തണുത്തതിന് ശേഷം നമുക്ക് ഇതൊന്ന് അറേഞ്ച് ചെയ്ത് തുടങ്ങാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 2 ഗ്ലാസ് എടുത്തിട്ടുണ്ട്. ഈ ഗ്ലാസ്സിലേക്ക് ഏറ്റവും അടിയിലായിട്ട് ഇട്ട് കൊടുക്കുന്നത് പുതിനയുടെ ഇല തന്നെയാണ് കേട്ടോ. അപ്പോൾ പുതിനയുടെ ഇല നമുക്ക് കൈ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ എന്താ പറയുക തിരുമ്മിയിട്ട് ഒന്ന് ഇതാക്കിയിട്ട് എടുക്കാം കേട്ടോ. കണ്ടില്ലേ ഇങ്ങനെ. അതിനുശേഷം ഇത് ഈ ഗ്ലാസ്സിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിൻ്റെ മുകളിലായിട്ട് ഇട്ട് കൊടുക്കാൻ പോകുന്നത് നമ്മുടെ ചെറുനാരങ്ങയാണ് കേട്ടോ. അപ്പോൾ ഞാനത് ഇങ്ങനെ റൗണ്ടിനായിട്ട് കട്ട് ചെയ്തിട്ട് അതിൻ്റെ കുരു എടുത്ത് കളഞ്ഞിട്ടുണ്ട്. അതിനുശേഷം ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. അപ്പോൾ കുറച്ച് വലിയ ഗ്ലാസ് ആയതുകൊണ്ട് ഞാൻ 3 സ്ലൈസ് ആയിട്ടുള്ള ചെറുനാരങ്ങ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ചെറിയ ഗ്ലാസ്സാണെന്ന് വെച്ചെങ്കിൽ ഒരു സ്ലൈസൊക്കെ ഇട്ട് കൊടുത്താലും മതിയാകും. ഇത്രയും ഡ്രിങ്കിലേക്കുള്ള ഫ്ലേവർ വരാൻ വേണ്ടിയിട്ടാണ് ഞാൻ 3 സ്ലൈസ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. അതിനുശേഷം ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് ഐസ് ക്യൂബ്സ് ആണ് കേട്ടോ. അപ്പോൾ 2 ഗ്ലാസ്സിലേക്കും നിറച്ച് ഐസ് ക്യൂബ്സ് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ ചായ മുഴുവനായിട്ടും ചൂടാറിയില്ല എന്നുണ്ടെങ്കിലും കുഴപ്പമൊന്നുമില്ല. കാരണം നമ്മൾ ഈ ഐസ് ക്യൂബ്സിൽ ഇടുന്ന സമയത്ത് അത് നല്ലോണം ഒന്ന് കൂളായി കിട്ടിക്കോളും കേട്ടോ. അപ്പോൾ ഞാൻ കുറച്ച് ഐസ് വാട്ടറും കൂടി അതിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഐസ് ക്യൂബ്സ് തികഞ്ഞില്ല, അതുകൊണ്ടാണ് കേട്ടോ. ഇനി നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുണ്ടായിരുന്ന ആ ചായ ഇതിലേക്കാണ്ട് ഒഴിച്ച് കൊടുക്കാം. വളരെ റിഫ്രഷിംഗ് ആയിട്ടുള്ള ഒരു ഡ്രിങ്ക് തന്നെയാണ് ഇട്ടത്. അപ്പോൾ നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. നമ്മൾ വീട്ടിൽ ഗസ്റ്റുകളൊക്കെ വരുന്ന സമയത്ത് നമുക്ക് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റും. ചായപ്പൊടിയും പഞ്ചസാരയൊക്കെ ആകുമ്പോൾ നമ്മൾ വീട്ടിൽ എപ്പോഴും ഉണ്ടാവുമല്ലേ. അപ്പോൾ നിങ്ങൾ ഇതുപോലെയൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. നല്ല കൂളിംഗ് ആയിട്ടുള്ളതാണ്. പിന്നെ ചായ അധികം ചൂടാറേണ്ട ആവശ്യമൊന്നുമില്ല. ഈ ഐസ് ക്യൂബ്സിലിടുന്ന സമയത്ത് അതൊന്ന് കൂളായി വന്നോളൂ കേട്ടോ. പിന്നെ ഞാൻ പറഞ്ഞ പോലെ പുതിനയുടെ ടേസ്റ്റ് വേണമെങ്കിൽ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ചൂടിപ്പിക്കുന്ന സമയത്ത് വേണമെങ്കിൽ ഇട്ട് കൊടുക്കാം. അല്ലെങ്കിൽ തന്നെ ആ ചൂടോട് കൂടി തന്നെ ഇട്ട് കൊടുത്താലും കുറച്ചുകൂടി ഫ്ലേവറായിട്ട് കിട്ടും കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മടി കാണിക്കരുത്. പിന്നെ നിങ്ങൾ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കണ്ടുകൊണ്ടിരിക്കുന്നതെന്നുണ്ടെങ്കിൽ താഴെ കാണുന്ന ചുവന്ന സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്തിട്ട് സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്ത് കാണുന്ന ബെൽ ബട്ടൺ പ്രസ് ചെയ്തതിന് ശേഷം ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്യാനൊന്നും മറക്കരുത് കേട്ടോ. എങ്കിൽ മാത്രമേ നല്ല നല്ല വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് നോട്ടിഫിക്കേഷനൊക്കെ ലഭിക്കുള്ളൂ. അപ്പോൾ ഇനി അടുത്തൊരു നല്ല സിമ്പിളായിട്ടുള്ള റെസിപ്പി ആയിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. അതുവരേക്കും ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.